അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. സമാദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ ഈ അനുഗ്രഹീതമായ വേദിയിലുള്ള പ്രിയപ്പെട്ട നേതാക്കൾ, പണ്ഡിതന്മാർ, ഈ മഹത്തായ ചടങ്ങിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ പ്രാസ്ഥാനിക പ്രവർത്തകരെ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ പരിപാടിയിൽ മഗ്‌രിബിന് ശേഷം പ്രസംഗിക്കണം എന്നായിരുന്നു എന്നോട് ചുമതലപ്പെടുത്തപ്പെട്ടിരുന്നത്. പക്ഷേ ചില സാന്ദർഭികമായ ക്രമീകരണം മൂലം മഗ്‌രിബിൻ്റെ മുമ്പ് തന്നെ പ്രസംഗിക്കാൻ സംഘാടകർ അവസരമൊരുക്കുകയായിരുന്നു. വളരെ നേരത്തെ വരാൻ ഞാൻ സന്നദ്ധനായിരുന്നു എന്ന് മാത്രമല്ല, നേരത്തെ വിളിച്ച് ഞാൻ ഉടനെ എത്താമെന്ന് പറയുകയും ചെയ്തിരുന്നെങ്കിലും മഗ്‌രിബിന് മതി എന്നുള്ള രീതിയിലായപ്പോൾ അല്പം വൈകിയെന്ന് മാത്രം. അതുകൊണ്ട് ഞാൻ ആ കാര്യം നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് മറ്റു വിഷയത്തിലേക്കൊന്നും കടക്കാതെ നമ്മുടെ ഈ സാന്ദർഭികമായ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ് പാവപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ. പരിശുദ്ധ ദീൻ നമ്മളോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇർഹമു മംഫിൽ അർള് യർഹമുക്കും മംഫിൽ സമാ എന്നാണ്. നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശമണ്ഡലത്തിൻ്റെ അധിപൻ നിങ്ങൾക്ക് കാരുണ്യം ചൊരിഞ്ഞു തരും എന്ന് പടച്ച റബ്ബ് നമ്മളോട് പറയുകയാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ അദ്ദേഹത്തിൻ്റെ മരണാനന്തരം കേരളത്തിൻ്റെ പല മേഖലകളിലും ഇത്തരം മനോഹരമായ റിലീഫ് സംരംഭങ്ങൾ പൊതുപ്രവർത്തകർ സംഘടിപ്പിച്ചപ്പോൾ അനിതര സാധാരണമായ ജനപിന്തുണയാണ് അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 6 വർഷത്തിലധികമായി നിങ്ങളിവിടെ ചെയ്യുന്ന ഈ മനോഹരമായ പ്രവർത്തനത്തിന് ഊർജം പകർന്ന ആളുകളാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നെനിക്കറിയാം. നമുക്ക് എപ്പോഴാണ് പ്രയാസം വരുന്നത്, ബുദ്ധിമുട്ട് വരുന്നത് എന്ന് ആർക്കും അറിയില്ല. ഏത് മനുഷ്യനും എപ്പോഴും വന്നു പോകാവുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ നമ്മളോട് അതേക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചുകൊണ്ട് ജബലന്നൂരിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഖുർആൻ്റെ ആശയഭാരത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ പ്രയാസം അനുഭവപ്പെടുകയും ഭയപ്പാടുണ്ടാവുകയും ചെയ്ത സന്ദർഭത്തിൽ ഭാര്യയെ വിളിച്ചുകൊണ്ട് പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, ഖവ്വഫനി അഹദുൻ, ആരോ എന്നെ പേടിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കൊരു ഭയം തോന്നുന്നുണ്ട്, എനിക്കൊരു പ്രയാസം, ഒരു സംഘർഷം തോന്നുന്നുണ്ട് എന്ന് പരിശുദ്ധ പ്രവാചകർ തൻ്റെ മാനസിക സംഘർഷത്തെക്കുറിച്ച് പറഞ്ഞു. ആ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട പത്നി തിരിച്ചു പറഞ്ഞ ഗൗരവതരമായ ഒരു വാക്കുണ്ട്, ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രയാസം വരില്ല. കല്ലാ വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാന്യയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പരിശുദ്ധ പ്രവാചകരോട് പറയുന്നൊരു വാചകമുണ്ട്, നബിയെ, ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും നിങ്ങൾക്ക് അല്ലാഹു വരുത്തുകയില്ല. കാരണം ഇന്നക ലതസിലുർ റഹിമ, നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ ചേർത്തി നിർത്തുന്ന പൊതു സ്വഭാവമുള്ളയാളാണ്. കുടുംബ ബന്ധം ചേർത്തി നിർത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് അവിടെ പറയുന്നു. വതഹ്മിലുൽ കല്ല, ഭാരങ്ങൾ ചുമക്കുക, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ ചുമക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ സ്വയം ഏറ്റെടുക്കുക. വതക്സിബുൽ മഅദൂം, ഇല്ലാത്തവന് വേണ്ടി പ്രവർത്തിക്കുക. നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനം പ്രവാചകർ അള്ളാഹുവിങ്കിൽ നിന്നും ഖുർആൻ സ്വീകരിച്ചപ്പോഴുണ്ടായ മാനസിക വിഷമത്തെ ദൂരീകരിക്കുന്നതിന് വേണ്ടി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുത്ത ആ മഹത്തായ പ്രവാചക വിശേഷണങ്ങൾ തന്നെയാണ്. ഇക്കാരണത്താൽ നിങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല. വതക്കരി ലൈഫ്, നിങ്ങൾ അതിഥികളെ കൃത്യമായി ബഹുമാനിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം പറഞ്ഞു വതുഈനു അലാ നവാഇബിൽ ഹഖ്. വതുഈനു അലാ നവാഇബിൽ ഹഖ് എന്താണ് അതിൻ്റെ അർത്ഥം? പരിശുദ്ധമായ ഹദീസുകളെ വ്യാഖ്യാനിച്ച മുഹദ്ദിഥീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഇസ്ആഫുൻ വ മുസാഅദത്തുൻ ബിൽ മാലി വൽ ജാഹി ഔൽ ബദൻ എന്നാണ്. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ഇസ്ആഫ്, ഇസ്ആഫ് എന്ന് പറഞ്ഞാൽ സഹായം. നമ്മൾക്ക് ആംബുലൻസിന് ഇസ്ആഫ് എന്നാണ് പറയുക. ബുദ്ധിമുട്ടുമ്പോൾ സഹായത്തിന് വരുന്ന വാഹനമാണ് ഇസ്ആഫ്. അപ്പോൾ ഇത് ശരിക്ക് പരിശുദ്ധ പ്രവാചക സ്വഭാവത്തിൽ ഏറ്റവും കൃത്യമായൊരു സ്വഭാവമാണ് ഇസ്ആഫുൻ. അതുപോലെ തന്നെ മുസാഅദത്തുൻ, കഴിയുന്നത്ര സഹായം ചെയ്യുക. എന്തുകൊണ്ട്? ബിൽ മാലി വൽ ജാഹി വൽ ബദൻ, 3 കൊണ്ടും. ഈ കൂട്ടത്തിൽപ്പെട്ട വേദിയിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരായ ആളുകൾക്ക് 3 നിലയ്ക്ക് ജനങ്ങളെ സഹായിക്കാൻ പറ്റും.
ഒന്ന്, അവർക്ക് സഹായിക്കാൻ പറ്റുക ബിൽ മാലി, സമ്പത്ത് കൊണ്ട്. സമ്പത്തുള്ളവൻ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായം, ഒരു ഡയാലിസിസ് മെഷീൻ സ്പോൺസർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ആംബുലൻസ് സ്പോൺസർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ട സാമ്പത്തികമായി വാർഷികമായി എന്തെങ്കിലും കൊടുക്കുന്നു. ഇതാണ് ഒരാൾക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല കെട്ടിടം നിർമ്മിച്ചു കൊടുക്കുന്നു. രണ്ടാമത്തെ ജാഹ് എന്ന പദവി, അയാൾ എത്തിപ്പറ്റുന്ന യോഗ്യത. ചില മനുഷ്യന്മാരുടെ വലിയ പദവിയിലായിരിക്കും, അവർ പറഞ്ഞാൽ ആളുകൾ കേൾക്കും, അവരെന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി നടക്കും, അയാളെ കൊണ്ട് അത് ചെയ്യാൻ കഴിയും, കാരണം അയാൾക്ക് അങ്ങനെ ഒരു പദവി, ഒരു സ്വീകാര്യത സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ വൽ ബദൻ, പാവപ്പെട്ട ആളുകളുണ്ടാവും ഈ കൂട്ടത്തിൽ, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല സാമ്പത്തികമായി. പക്ഷെ അവരെ കുറിച്ച് പരിശുദ്ധ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, ഖൈറുൻ നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലയാൾ, മുഅ്മിനുൻ ഫഖീറുൻ, ദരിദ്രനായ വിശ്വാസിയാണ്, അവനൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും യുഅ്തി, അവൻ കൊടുക്കും, ജുഹ്ദഹു, അവന്റെ പരിശ്രമം, അവൻ ഇതിന്റെ പ്രവർത്തനത്തിന് മുമ്പിലുണ്ടാവും. ഈ സ്റ്റേജ് കെട്ടാനും ആളെ കൂട്ടാനും കസേര നിരത്താനും ഇത് കഴിഞ്ഞ ആളുകൾ പിരിഞ്ഞാലും ഇതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും അവനുണ്ടാകും. അങ്ങനെയുള്ള നല്ല വ്യക്തിത്വം പ്രവർത്തകൻ, അവൻ ഈ സമൂഹത്തിൽ ഖൈറുൻ നാസാണ് എന്ന് പരിശുദ്ധ പ്രവാചകർ പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബാക്കി വെക്കേണ്ട പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ തന്നിട്ടുള്ള ഏറ്റവും വലിയ തൗഫീഖ് എന്തെന്നറിയോ? ഒരു മനുഷ്യൻ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ തൗഫീഖ്, പരിശുദ്ധ ഹദീസുകൾ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. മിൻ അലാമാത്തി തൗഫീഖിൽ അബ്ദ്, ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന് പടച്ചറബ് കൊടുക്കുന്ന ഏറ്റവും വലിയ തൗഫീഖിന്റെ ലക്ഷണം. തൗഫീഖ് എന്ന് പറഞ്ഞാൽ എന്തിനും ഒരു തൗഫീഖ് വേണം. ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യം ചെയ്യാനും തൗഫീഖ് വേണം. ആ തൗഫീഖ് പടച്ചറബ് തെളിക്കുന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് യജഅലുല്ലാഹു മൽജഅൻ ലിന്നാസ്, അവനെ ജനങ്ങളുടെ അഭയകേന്ദ്രമാക്കുക. ജനങ്ങളുടെ അഭയകേന്ദ്രമാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ അവന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു കൊടുക്കും എന്നൊരു വിശ്വാസം. എന്ന് പറഞ്ഞാൽ ആ ആളിൽ നിന്ന് ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടുമെന്ന വിശ്വാസം. അതാണ് മൽജ ആയി. നിങ്ങളൊക്കെ മൽജ ആവണം. ശരിക്ക് നിങ്ങൾ അടുത്തേക്ക് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അത് ഏറ്റെടുക്കുമെന്ന് അവർക്ക് ഉറപ്പാണ്. മൽജ അല്ലിന്നാസ്. അതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്ന ചില വാചകങ്ങളുണ്ട്. എന്താണ് അവന്റെ ഗുണം? ഇനഫിസു കർബൻ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരാൾക്ക് വന്നാൽ അത് നീക്കി കൊടുക്കാൻ നിങ്ങളുണ്ടാവും. ഒരു പ്രയാസം വരുന്ന ആളെ സഹായിക്കാൻ നിങ്ങളുണ്ട്. യഖ്ദി ദൈനൻ, കടം വന്നാൽ അത് വീട്ടാൻ നിങ്ങൾ സഹായിക്കും. യുഈനു മൽഹൂഫൻ, ഒരാള് അള്ളാഹുവിന്റെ ഭൂമിയിൽ ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ അവന്റെ ദുഃഖം തീർക്കാൻ നിങ്ങളുണ്ടാകും. യൻസുറു മദ്ലൂമൻ, ആക്രമിക്കപ്പെട്ട വ്യക്തിയെ സഹായിക്കാൻ അവനുണ്ടാകും. യൻസഹു ഹായിറൻ, ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യന് സമാധാനത്തിന്റെ ഉപദേശം കൊടുത്തുകൊണ്ട് അവനെ നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. യുംഫദു മുഅസ്സിറൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അവൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള മുൻഅസിർ എന്ന് പറഞ്ഞാൽ വീഴ്ച പറ്റിയവനെ അവൻ യുംഫദു, താങ്ങും, സഹായിക്കും. വീഴുന്നവനെ താങ്ങുമെന്നാണ് അതിന്റെ അർത്ഥം. യഹ്ദി ആസിയൻ, ഒരാൾ വഴിപിടിച്ചു പോവുകയാണെങ്കിൽ അവനെ നേർവഴിക്കാക്കും. ഇതൊക്കെയാണ് മനുഷ്യന് നാളെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ നേട്ടം. ഈ നേട്ടമാണ് അള്ളാഹുവിന്റെ ദീൻ നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏത് മനുഷ്യന് ജാതി മത ഭേദമന്യേ എന്ത് ഗുണം നിങ്ങൾ ചെയ്താലും ആ ഗുണം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. പട്ടിക്ക് വെള്ളം കൊടുത്ത പെണ്ണ് സ്വർഗത്തിലാണെന്ന ഹദീസിൽ ഉല്ലേഖനം ചെയ്യപ്പെടാൻ എന്താ കാരണം? ആ പെണ്ണത്ര നല്ലവളൊന്നും ആയിരുന്നില്ല എന്ന് ചരിത്രം പറയുന്നുണ്ട്. എന്നിട്ടും ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊടുക്കുമെന്ന ഹദീസിൽ പറഞ്ഞ എന്തുകൊണ്ടാണ്? അവൾ ഏത് പശ്ചാത്തലത്തിൽ ജീവിച്ചു, എത്ര മോശക്കാരിയായി എന്നതിനേക്കാൾ ഇപ്പോൾ അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒരു ജീവി ജീവൻ വെടിയാൻ നിൽക്കുന്ന സമയത്ത് വായ പൊളിച്ചുകൊണ്ടവൻ മരണത്തിന്റെ മുഖത്ത് നിൽക്കുമ്പോൾ തൻ്റെ വസ്ത്രത്തിന്റെ ഒരു അംശം കീറിയെടുത്തുകൊണ്ട് താൻ ധരിച്ചിരിക്കുന്ന പാദരക്ഷമേൽ കെട്ടി അത് നേരെ ഒരു നൂല് പോലെയാക്കി താഴേക്കിട്ട് വെള്ളമെടുത്തുകൊണ്ട് ഈ ജീവിക്ക്, അതും നായക്ക് വെള്ളം കൊടുത്തു ആ പെണ്ണ്. ഹദീസിൽ അത് വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്. ആ പെണ്ണിന്റെ ഈ സൽപ്രവർത്തനം കൊണ്ട് പടച്ചറബ് ആ പെണ്ണിന് സ്വർഗാവകാശിയാക്കി. അള്ളാഹുവിന് അത്രയുള്ളൂ. നന്മ ചെയ്യുന്നവനെ പടച്ചറബ് സ്വീകരിക്കും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു രംഗമാണ് കിഡ്നി രോഗം എന്ന് പറയുന്നത്. ഇന്നത് വ്യാപകമായി വരികയാണ്. നമുക്ക് ആർക്കെങ്കിലും ആ രോഗമുണ്ടായാൽ ജീവിതം അവസാനിച്ചു. നിങ്ങൾ നോക്ക്, അതിനുവേണ്ടി ഡയാലിസിസ് ചെയ്യുമ്പോൾ ആഴ്ചയിലൊരിക്കൽ, പിന്നെ 3 ദിവസത്തിൽ, പിന്നെ ഡയാലിസിസ് ഫലിക്കാത്തൊരവസ്ഥ വരും. ഇതല്ലേ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത്? നിങ്ങൾ നോക്കൂ, നമ്മുടെ രക്തം, ആ രക്തത്തിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനമാണല്ലോ ഇത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അവൻ്റെ ഒരു പുരുഷനാണെങ്കിൽ ഏകദേശം 5 ലിറ്റർ രക്തം അവൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന പറയുന്നത്. സ്ത്രീയാണെങ്കിൽ 4 ലിറ്ററോളം രക്തമുണ്ടാകും, അല്ലെങ്കിൽ 4 ലിറ്ററോളം രക്തമുണ്ടാകും. ഇത് കൃത്യമായി ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ നമ്മുടെ ശരീരത്തിലെ 2 ചെറിയ പയർമണി പോലെയുള്ള അവൻ്റെ നട്ടലിന് സമീപമുള്ള ഈ 2 ചെറിയ സാധനങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. ഒരു സൈലന്റ് പ്യൂരിഫിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന ആ ഒരു നിഅമത്തിന്റെ വലിപ്പം നോക്ക് നിങ്ങൾ. അള്ളാഹു അങ്ങനെയാണ്, അള്ളാഹുവിന്റെ ഖുദ്റത്ത്. ആ 2 സാധനങ്ങൾ ഇത് കൃത്യമായി നിർവഹിക്കണം. ചെറിയൊരു അവയവം, ഒരു വൃക്ക, അത് ആകെപ്പാടെ ഡോക്ടർമാരോട് ചോദിച്ചാൽ നമ്മൾ 80 മുതൽ 175 ഗ്രാം വരെയുള്ളൊരു സാധനമാണ്. അത്രയേ ഉള്ളൂ. ഇതാണ് ആ സാധനം.
ഈ സാധനം ശരിക്ക് രണ്ടും കൃത്യമായി സൈലന്റായി വർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ദേഹത്തുള്ള എല്ലാ മാലിന്യങ്ങളും അതിലൂടെ നീക്കം ചെയ്യപ്പെടുകയാണ്. ആ നീക്കം ചെയ്ത പ്രവർത്തനം കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 150 ലിറ്റർ ഫിൽട്രേറ്റ് ചെയ്യും. 150 ലിറ്റർ ഇതിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പണി ഇങ്ങനെ കൃത്യമായി എടുത്തുകൊണ്ടിരിക്കുന്നതിന് ചെറിയൊരു വീക്ക്നെസ് വന്നാൽ, അല്ലെങ്കിൽ ആ രണ്ടും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ യന്ത്രത്തിന്റെ സഹായം തേടാൻ നമുക്കൊക്കെ വേണ്ടിവരും. അത് ദിവസേന വേണ്ടിവരും. അള്ളാഹു അത്തരമൊരു ഗതികേട് നമുക്കാർക്കും നൽകാതിരിക്കട്ടെ. നിങ്ങൾ നോക്കൂ, അങ്ങനത്തെ ആളുകൾക്ക് സാമ്പത്തികമായി പ്രയാസമുണ്ടെന്ന് മാത്രമല്ല, ശാരീരികമായി അയാൾക്ക് എത്ര പ്രയാസമുണ്ട്. ഈ ശാരീരിക പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് ആ വ്യക്തി നിൽക്കുമ്പോൾ ചെറിയൊരു കൈത്താങ്ങ്, അയാൾക്കൊരു സാമ്പത്തിക സഹായം, അയാൾക്കൊരു സാങ്കേതിക സഹായം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഇതിന് നമുക്ക് തരുന്ന പ്രതിഫലം എത്ര വലുതാണെന്ന് നിങ്ങൾ നോക്കൂ. നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനം ഇന്നമാ തുൻസറൂന വതുർസഖൂന ബിദുഅഫായിക്കും എന്നാണ്. ബലഹീനനാണവൻ. അത്തരം ബലഹീനനെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഭൂമിയിൽ ചെയ്തു തരുന്നത്. നമുക്ക് അള്ളാഹു സൗകര്യം ചെയ്തു തരണോ? നിങ്ങൾ ഇത്തരം ആളുകളെ ചേർത്ത് പിടിക്കണം. നമുക്ക് അള്ളാഹു തന്ന സമ്പത്തും സൗകര്യവും കൊണ്ട് നമ്മൾ ആസ്വദിച്ചാൽ പോരാ. നമ്മൾ വലിയ ആളുകൾ നമ്മൾ സക്കാത്ത് കൊടുക്കും. ഞാൻ സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, ഇനി ഞാൻ റിലീഫിനൊന്നും ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇനി ഞാൻ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊന്നും ഇല്ലെന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വേദിയിലിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച ബഹുമാനപ്പെട്ട പുന്നക്കലുണ്ട്, അതുപോലെ സൂപ്പി സാഹിബിനെ പോലുള്ള ആളുകളുണ്ട്, CVM-നെ പോലെ ആളുകളുണ്ട്, പ്രഗത്ഭരായ ആളുകളുണ്ട് ഇവിടെ. ഈ ആളുകളൊക്കെ, നിങ്ങളൊക്കെ ഇതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് എന്തിനാ? നാളെ നിങ്ങൾക്ക് പടച്ച റബ്ബിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്ന് കരുതിയിട്ട ഈ പൊതുപ്രവർത്തനം. ഇതിൽ പണമുള്ളവരുണ്ടാകും, സാധാരണക്കാരുണ്ടാകും, ഇതിനു വേണ്ടി നേതൃത്വം കൊടുക്കുന്നവരുണ്ടാകും. അവരൊക്കെ കൂടിച്ചേരുമ്പോഴാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലായതുകൊണ്ട് വിജയിക്കുമെന്ന് ഉറപ്പാണ്. കാരണം തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് കൃത്യമായ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളെക്കുറിച്ച് എല്ലാ ആളുകൾക്കുമുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, ആ കുടുംബം, ഇവിടെ വന്നുപോയ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? അവർ കൃത്യമായി നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. എല്ലാ ജാതി മതസ്ഥരും അവരെ ബഹുമാനിക്കും. ബഹുമാനപ്പെട്ട തങ്ങളുടെ സ്മരണയിലുള്ള 1-2 സംഭവങ്ങൾ നോക്ക് നിങ്ങൾ. തങ്ങൾ മരിച്ചപ്പോൾ നമ്മൾ ടി പത്മനാഭനെ കുറിച്ച് അറിയാമല്ലോ നിങ്ങൾക്ക്. അദ്ദേഹം കേരളത്തിലെ ഒരു പ്രഗത്ഭനായ സാഹിത്യകാരനാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു വൈദ്യനുണ്ട്, മേഴത്തൂർ എന്ന് പറയുന്ന പട്ടാമ്പിക്കടുത്ത് തൃത്താല സ്വദേശിയായ മേഴത്തൂർ ഗംഗാധരൻ വൈദ്യരെടുത്ത് അദ്ദേഹം ചെന്നൊരു സംഭവം അദ്ദേഹം പറയുന്നുണ്ട്. വൈദ്യർ വളരെ പ്രഗത്ഭനായ ബാലചികിത്സാകാരിയാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് തന്റെ പേരക്കുട്ടിക്ക് ഒരു ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹം ചെന്നപ്പോൾ വൈദ്യരുമായി ഇങ്ങനെ സംസാരിച്ചിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ സംസാരം നീണ്ടുപോകുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, പത്രേ എനിക്ക് പെട്ടെന്ന് പോകണം. എന്താ നിങ്ങൾക്ക് ഇത്ര തിരക്കെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ലേഖനത്തിൽ അദ്ദേഹം എഴുതിയതാ. അദ്ദേഹം എഴുതിയ ലേഖനത്തിലുണ്ട്, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരണപ്പെട്ടിട്ട് ഞാനിവിടെ പോയിട്ടില്ല, എനിക്ക് ആ വീട്ടിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. ഈ വാക്കങ്ങ് പറഞ്ഞതോടുകൂടി, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞതോടുകൂടി ഗംഗാധരൻ വൈദ്യർ കൈകൂപ്പി ഇങ്ങനെ മൗനമായി നിന്നു എന്നാണ്. അല്പസമയം ഒരു ബഹുമാനം, ഒരു അമുസ്ലിമായ മനുഷ്യൻ. എന്നിട്ട് അദ്ദേഹം കണ്ണ് തുറന്നുകൊണ്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ വാക്ക് ടി പത്മനാഭനിൽ എഴുതിയിട്ടുണ്ട്, ഒരു വലിയ വെളിച്ചമല്ലേ കെട്ടുപോയത്, ഒരു വല്ലാത്ത വാക്കാ. ആ വാചകത്തിന്റെ ആഴവും പരപ്പും ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പ്രഗത്ഭരായ ചിന്തകന്മാരും ബുദ്ധിജീവികളുമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, 1992 പൂന്തുറയിൽ കലാപം ഉണ്ടായി. പൂന്തുറ കലാപത്തിൽ 5 പേര് മരിച്ചുപോയി. ആ 5 മനുഷ്യന്മാർ മരിച്ചുപോയ സന്ദർഭത്തിൽ സെൻസേഷനിലാണ് വിഷയം. വൈകാരികമാണ്, വളരെ വൈകാരികമാണ്. ആ വൈകാരികമായി നിൽക്കുന്ന സന്ദർഭത്തിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് ഡൽഹിയിൽ ആ വിവരം അറിയുമ്പോൾ 5 പേര് മരിച്ച ഒരു വർഗീയ കലാപം കേരളത്തിന്റെ തലസ്ഥാന നഗരി പൂന്തുറയിൽ. തങ്ങൾ കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്തിരുന്നു. വിവരം തങ്ങളെ വിളിച്ചറിയിച്ചപ്പോൾ തങ്ങൾ കോഴിക്കോട്ട് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് തിരുവനന്തപുരത്തേക്ക് ഇറങ്ങി. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങിയിട്ട് ആ സംഭവത്തെക്കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന സീനിയർ പത്രപ്രവർത്തകൻ KM റോയ്, നിങ്ങൾക്കറിയാലോ മലയാള മനോരമയുടെ സീനിയർ പത്രപ്രവർത്തകൻ KM റോയ് തങ്ങളുടെ സ്മരണയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. പല സ്ഥലത്തും അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. KM റോയ് പറഞ്ഞെന്തെന്നറിയോ? അദ്ദേഹം എഴുതിയ വാചകം അങ്ങനെ തന്നെ പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട തങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങി നേരെ വരികയാണ് പൂന്തുറക്ക്. എനിക്ക് പൂന്തുറ സന്ദർശിക്കണം. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തടയാൻ കഴിയില്ല. അത്ര വലിയ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റിയാണെന്ന് തടയാൻ കഴിയില്ല. അവർ ഒന്നിച്ചു വന്നിട്ട് പൂന്തുറയുടെ കവാടത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ പോകരുത്, ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റിയ അന്തരീക്ഷമല്ല, തങ്ങളെപ്പോലുള്ള വ്യക്തി ഇപ്പോൾ അങ്ങോട്ട് പോകരുത്, പ്രശ്നമാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, പ്രശ്നമുള്ളിടത്തേക്കാണ് പോകേണ്ടത്, പ്രശ്നം സമാധാനിപ്പിക്കണം. നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് തങ്ങളിങ്ങനെ നടക്കുമ്പോൾ അവർക്ക് പുറകെ പോവല്ല, നിവൃത്തിയില്ല, നെഞ്ചിടിപ്പാൻ അത്ര പോലീസുകാർക്ക്. എന്താ സംഭവിക്കാന്നറിയില്ല. അവിടെ ഒരു ചെറിയ ക്ഷേത്രം തീയിട്ടിരിക്കുന്നു. ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റും RSSന്റെ പ്രവർത്തകർ വട്ടമായി നിൽക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ ഒരു ഭയപ്പാടുമില്ലാതെ അദ്ദേഹം വളരെ മൗനിയായി നേരെ ഇങ്ങനെ കയറി വരികയാണ്. അദ്ദേഹത്തിൻ്റെ ആ മൗനമായ കടന്നുവരവും അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള പ്രയാസവും ശരിക്കും കണ്ടപ്പോൾ പോലീസുകാർക്ക് ഭയങ്കര പ്രയാസം. എന്താണ് ഇവിടെ സംഭവിക്കുക? RSSന്റെ പ്രവർത്തകർ അമ്പലം ചുട്ട് പകുതിയാക്കി വെച്ച ഒരു സന്ദർഭത്തിലാണ് തങ്ങൾ കടന്നു വരുന്നത്. ബഹുമാനപ്പെട്ട തങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഒരു RSSന്റെ പ്രവർത്തകൻ
നേരെ ഒരു കസേര കൊണ്ടുവന്നിട്ട് കൊടുത്തു. പോലീസുകാർക്ക് ശ്വാസം നേരെ വീണു. തങ്ങളവിടെ ഇരുത്തി അവരൊന്നിച്ചുകൂടി തങ്ങൾ ഞാൻ അവസാനിപ്പിച്ച് ഒറ്റ വാക്കുകൂടി പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. നിങ്ങൾക്ക് സമയത്ത് നിശ്ചയിക്കണല്ലോ, എനിക്ക് ജമ്മാക്കുകയും ചെയ്യാം. എങ്കിലും അന്ന് KM റോയി പറഞ്ഞൊരു വാക്കുണ്ട്. ആ പ്രശ്നം അദ്ദേഹം അവസാനിപ്പിക്കുന്ന ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, തങ്ങളുടെ ആ ഒരൊറ്റ സന്ദർശനത്തോടുകൂടി 2 കാര്യമാണ് അയാൾ എഴുതിയത്. ഒരു സീനിയർ പത്രപ്രവർത്തന മുസ്ലിം അയാൾ പറഞ്ഞു, തങ്ങളുടെ ആ ഒരൊറ്റ സന്ദർശനത്തോടുകൂടി വട്ടമിട്ടു പറന്ന ശവന്തീനി കഴുകന്മാർ പറന്നകന്നു. ആ വെള്ള വസ്ത്രം ധരിച്ച് കടന്നു വരുന്ന ആ മനുഷ്യൻ്റെ തൂവെള്ള വസ്ത്രത്തെക്കാൾ നല്ല വെണ്മയുള്ള ഒരു മനസ്സ് ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ജനങ്ങൾക്ക് അദ്ദേഹത്തെ ആ തരത്തിൽ സ്വീകരിക്കേണ്ടി വരുന്നു എന്ന് KM റോയി എഴുതിയതാണ്. അതൊരു വല്ലാത്ത വാക്കാണ്. ആ ജാതി വെണ്മയുള്ള മനസ്സിൻ്റെ ഉടമകളാണ് കേരളീയ മുസ്ലിങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പാണക്കാട് സയ്യിദ് കുടുംബത്തിലെ മഹത്തുക്കൾ. അവർ മുമ്പിൽ നിന്നാൽ ഏത് പ്രവർത്തനവും വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. അള്ളാഹു സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഈ റിലീഫ് സെന്ററിന് വേണ്ടി പ്രസംഗിക്കാൻ മറ്റൊരു അവസരത്തിൽ നമുക്കാകാം എന്ന സൂചനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.